நிஜமான செஞ்ச முழுசாவும் மேல விதைச்ச பாசம் நிழலும் என்னால காணோம் அதுக்கும் அம்மாடி புதுசாக்கும் பாலே இங்க கேளத பாயாசம் கேக்குதா காற்றே இங்க வீசல காத்தாடி கேக்குதா ஒன்னு குத்தோ இல்ல நீ ஒன்னும் நானும் இல்ல தேன்மொழி பூங்கொழி வாடி போச்சு வாமதி பைங்கிளி ஆசைத்தீர மாடிய குருகளை போடி கெத்த காட்டுட்டு அழுகிறனே அழுத முடிச்சிட்டு சிரிக்கிறனே பூங்கொடி வாடி போச்சு എക്സ്പ്രഷൻ മരിക്കണ്ട് എനിക്ക് നീതാണ് ബെസ്റ്റ് ഇവിടെ അത് വേറെ പാട്ടാണ് അത് വെക്ക് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നമ്മുടെ അമ്മുന്റെ ഹൗസ് വാമിങ്ങിന് പോവാണ്. സോ ഒരു പ്രാന്തി പെണ്ണിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവളും കൂടെ വന്നേച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് നോക്കാം. അത് നടക്കണ്ട. എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ കാത്തി எனக்கு நீதான பெஸ்ட் கடவுள் வச்சான ட்விஸ்ட் ட்விஸ்ட் പാസോ வச்ச ஓவரா இதுதான் லவ் ஃபீவரா நீயே சொல்லு ஈஸ்வரா இப்போ நான் மாட்டிக்கிட்ட தேன்மொழி பூங்கொடி ഗൈസ് ഹിമ. അതാണ് നമ്മൾ ഉദ്ദേശിച്ച പ്രാന്തി. ഹലോ ബസ് സ്റ്റോപ്പിലുണ്ട്. ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നീ മറന്നു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, മറ്റേ ഏതായാലും വാങ്ങിച്ചിട്ട്. അയ്യോ അത് കഷ്ടം. ശരി കുഴപ്പമില്ല. കുറച്ച് പനിയും ജലദോഷവും തൊണ്ടവേദനയും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മിഠായി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. മറച്ചു കണ്ടോ, അവൾക്ക് നാണമാണ് ഗൈസ്. റോഡ് മുറിച്ച് കിടക്കാൻ അറിയാതെ അവൾ വിജൃംഭിച്ച് നിൽക്കുകയാണ് അവിടെ. ആർക്കെങ്കിലും ഒന്ന് റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കാൻ പറ്റുമെങ്കിൽ വരിക. ആലത്തൂര്, അയ്യോ ഇതിന്റെ പേരെന്തായാലും മലമല മുക്കാണ് സ്ഥലം. ഇപ്പോഴും ആ കുറച്ചുകൂടിനുള്ളിൽ അവൾ നിൽക്കുകയാണ്. ആ നാണിച്ച് നിൽക്കുന്ന അവളുടെ ആ ഒരു നിൽപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവളിങ്ങനെ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയി അവളെ വിളിച്ചാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇവളെന്താണ് ചെയ്യണേ? ഗൈസ്, ഇവളെന്താ കാണിക്കുന്നേ? ഓ, അവൾ അങ്ങനെ വന്നു ഗൈസ്. ഇവളെന്തിനാണ് എൻ്റെ ക്യാമറ ഇങ്ങനെ പേടിക്കുന്നതെന്ന് അറിയുന്നില്ല ഗൈസ്. ഇതാണ് അപ്പം നമ്മുടെ ഹിമപ്രഭ. അപ്പൊ നമ്മുടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന മുതലിനെ കിട്ടി. ഇത് അമ്മുവിന്റെ പ്രകാരം, അമ്മുവിന്റെ പ്രകാരം
അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോസ് എടുക്കുന്നത്. അവള് പറഞ്ഞു എന്റെ വീട്ടിലോട്ട് വരുമ്പോ വ്ളോഗ് എടുക്കണം, എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അല്ലേ അല്ലേ, നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പോവാണ്. ബൈ. ഹലോ, ആമയുള്ളപ്പോ വഴിയാണ് പോവാ. ഗൈസ്, അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഇങ്ങനെ മൊപ്പായിരിക്കണം. 2 പെക്കിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ചൂട് കാലത്ത് ബിരിയാണി കഴിക്കാൻ. എന്തെങ്കിലും പറയണ്ടോ?